ഹലോ ഗായ്സ്, അപ്പോൾ ഇത്ര നേരം കണ്ടവർക്കറിയാം ഞങ്ങൾ ഗ്രാനി 2 ഗ്രാനി 1 ആണ് കളിക്കുന്നത്. അതിൻ്റെ പാർട്ട് 3 ആണിത്. ലൈക്ക് ഇറ്റ്സ് ബാഡ് വേസ് ടു ഡൈ അങ്ങനെ എന്തോ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പറഞ്ഞ പോലെ. ഓ മൈ ഗോഡ്, ആ ഒച്ച കേട്ട അവർ വരുമോ? ഏത് ടേബിൾ? അവിടെ ഇരിക്കട്ടെ ടേബിള്. അതെന്താ പരിപാടിയാ? ഞാൻ കണ്ട പോലുമില്ല ടേബിള്. സോറി ഗൈസ്, ഞാൻ കഴിച്ചിട്ട് 2 വർഷമായി. കളിച്ചിട്ട് ഞാൻ എന്തോ ചെയ്തു, അത് പോയി. ആ ടേബിള് തട്ടിയിട്ടതായിരിക്കും കാരണം. എന്തുവായാലും നമുക്ക് അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ ഡേ 2 കളിക്കാം അല്ലേ? ഗ്രാനി എപ്പോൾ വേണേലും വരും. ഈ കബോർഡിനകത്ത് കയറിയിരിക്കാനുള്ള സമയമുണ്ടോ എന്നാണ് അറിയേണ്ടത്. കബോർഡ് കയറുക, ഡ്രോപ്പ് ചെയ്യുന്നു, അടയ്ക്കുന്നു. ഓക്കെ, ഇനി അവർ കണ്ടുപിടിക്കുമോ നമുക്ക് നോക്കാം. ആരും മിണ്ടരുത് ഗായ്സ്, ആരും മിണ്ടരുത്. എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടി മിണ്ടരുത്. അവരെ കാണുന്നില്ലല്ലോ. ഞാനത് ഇട്ടെന്ന് ഉറപ്പാണോ? ഒന്നുകൂടെ പോയി നോക്കണം. വന്നു ഒന്നും തൊടണ്ട. അവർ നോക്കുന്നൊക്കെയുണ്ട്. നോക്കിയേച്ച് അവരങ്ങ് പോകും. അവർ പോയടാ, പോയി. ഉറപ്പാന്നോ അവർ പോയെന്ന്? കഥ തുറന്നു കിടക്കുവാന്നോ? ഞാൻ അങ്ങോട്ട് പോയാൽ അവർ പിടിക്കുവോ? പിടിക്കാൻ സാധ്യതയുണ്ട്. ഗൈസ്, അപ്പം അതൊക്കെ പുറത്തോട്ട് ഇറങ്ങി ഒന്ന് നോക്കണോ? നോക്കിയാ ചാവൂ മോനെ. എൻ്റെ അടുത്തുണ്ടല്ലോടാ നീ, എൻ്റെ സൈഡിക്ക്. അവിടെ എല്ലാം ഇരുട്ടാ. ഇതൊക്കെ എന്തുവാ? സെൻസിറ്റിവിറ്റി, മ്യൂസിക്, അതൊക്കെ എന്തേലും ആട്ടെ. റെസ്യൂം, ഇതൊക്കെ എന്തുവാ? ഇരിക്കാം നമുക്ക്. അല്ല വേണ്ട, നിൽക്കാം. തുറന്നു ഞാൻ പോകും. അയ്യോ, ഫോട്ടോ താഴെ വീണം. അവരിപ്പോൾ വരും. കുനിഞ്ഞിരിക്കാം. അവരിപ്പോൾ വരും. ഫോട്ടോ താഴെ അനങ്ങരുത്. ഓ മൈ ഗോഡ്, അവർ കണ്ടുപിടിച്ചു. ടേബിളിൻ്റെ അടി ഒളിക്കാം. ഇനി അടുത്ത കളിയിലോട്ട് ഇപ്പോൾ ഡേ 3 വരും ഗൈസ്. അപ്പം ഞാനൊന്നും പറയുന്നില്ല. ഡേ 4 ആയെങ്കിൽ ഡേ 4 എത്രയും ആട്ടെ. എടേ, ഇത് മൊത്തം പോയോ? സോറി ഗൈസ്, പരസ്യം വന്നു. ഡേ 3 വന്നു. ഇതാരേലും ഈ വീഡിയോ കാണുവാടെ? നമ്മൾ ചുമ്മാ എന്ന് പറയുന്നില്ല. ഓ മൈ ഗോഡ്, നീ പറഞ്ഞ ടേബിൾ ഞാൻ കണ്ടു മകനെ. ആദ്യമേ പോയി ആ വേസ് എടുത്തോണ്ട് വരട്ടെ. എന്തിനാണെന്നറിയാവോ? അവരെ വേസ് എറിഞ്ഞ് കൊല്ലാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊല്ലാനല്ല, പേടിപ്പിക്കാൻ. ക്രൗച്ച് ചെയ്തു അകത്തോട്ട് പോയി. അവിടെ ഇരിക്കുന്നു. അവർ പിടിക്കും അതിനകത്തിരുന്ന്. ചിലപ്പോ പിടിക്കും. നമ്മുടെ അടുത്ത് തന്നെ കൊണ്ടിട്ടേക്കുന്ന അവർ പിടിക്കും. ഇത് ചേച്ചി അറ്റത്തോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർ ചിലപ്പോ കാണും. നീ നമുക്ക് അനങ്ങത്തില്ല. അവര് വന്നിട്ട് അതുപോലെ പോയി. എടാ, അവര് വന്നേച്ച് അവര് പോയെന്ന് തോന്നുന്നു കേട്ടോ. ഒന്നുകൂടെ എടുത്തെറിയ. കട്ടിലിന്റെ അടിയിലൊക്കെ ഇരിക്കാൻ പറ്റും. ഇതെന്തുവാ ഇത്? ഓക്കെ, ഗെയിമിൽ എന്തോ ബഗ് വന്നു. ഒന്നുകൂടെ എടുത്തു. അത്തോട്ട് പോയി. ഡ്രോപ്പ് നല്ല ഒച്ചത്തിൽ കിടക്കട്ടെ. പിന്നെയും ബാക്കി പോകുന്നു. അവരത് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ അവർ വന്നേച്ച് പോയി. അവർക്ക് ഒരു ഇതില്ല. അവർ വിചാരിച്ച് ഞാൻ മുറിക്കാതിരുന്ന് വെള്ളം കുടിച്ചപ്പോൾ അതാണ് ഒന്നുകൂടെ എടുത്തു. ആ ഡോറിൻ്റെ അടുത്തോട്ട് ഞാൻ എറിയും. ഇതവർ കണ്ടില്ലെങ്കിൽ അവർ കണ്ടു കാണും. കണ്ടിട്ട് എന്തൊരു സള്ളയാണ്. അവരെ വിളിക്കാനായിട്ട് വേറെ ആരാണ്ടേ കൊന്നിട്ട് വന്നു. ചോരയൊക്കെ ഇരിക്കുന്നു പാറ്റി. കണ്ടു
പിന്നെ അവര് കണ്ടില്ല. കുറെ പേരെ കൊന്ന ചോദ്യ അല്ലാതെ ഇപ്പൊ ആരെയും കൊന്നു. ഡ്രോപ്പിങ് ഒക്കെ ഇത്രയും തവണ ഞാൻ അതിട്ടിട്ട് അവരത് കണ്ടില്ല. അവര് വന്ന് ക്ലിയർ മുന്നിൽ വെച്ച് നമ്മളതങ്ങ് എടുത്താലും ചിലപ്പോ അവര് പിടിക്കും. കണ്ടവന്റെ കഴിവ്. ഡ്രോപ്പ് ഇച്ചിരൂടെ ചോട്ടി പോയിരിക്കും അടുത്ത് ഞാൻ അവരിത് കണ്ടില്ലെങ്കിൽ. വീണ്ടും ക്ലിയർ ആയിട്ട് നോക്കി പിന്നെ ബാക്കിലിട്ട് പോകും. കണ്ണ് കാണത്തില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഗണ്ണുണ്ടെങ്കിൽ ഇവരെ നമുക്ക് വെടിവെച്ച് കൊല്ലാം. ഗണ്ണിനി എവിടുന്ന് കിട്ടും? അതൊക്കെ കുറെ സമയം എടുക്കും. ഗണ്ണൊന്നും വേണ്ട, നമ്മളൊരു രസത്തിനല്ലേ ഇത് അവര് കണ്ടില്ലെങ്കിൽ. അവിടെ ഫോട്ടിൻ്റെ പോയി അപ്പൊ തീർത്തോളും. ഈ ഡ്രോപ്പ് ചെയ്യും അവിടെ മുമ്പിൽ വെച്ച് തന്നെ ഡ്രോപ്പ് ചെയ്യേക്കാം. അയ്യോ അത് പിടിക്കും പിടിച്ചില്ല. എടുക്കാൻ കുനിയുവാടാ. അങ്ങനെയൊന്നും നമ്മളെ പിടിക്കാൻ കുനിയും ചിലപ്പോ. അവരുടെ കുഞ്ഞി വെച്ച് അതിട്ടിട്ട് കണ്ടില്ലേ? ഇവർക്ക് ചില സമയത്ത് വട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു പ്രാന്തുള്ളതല്ലേ. വന്നേച്ച് തിരിച്ചു പോന്നു. ഞാൻ അവരുടെ മുന്നിൽ ചെന്ന് കൊടുക്കും. ഈ വഴിക്ക് പോയാ തീർന്നു. ഇല്ല, നമ്മള് ടേബിളിന്റെ അടിയിലായിരുന്നു. ഇവർക്ക് കണ്ണ് കണ്ടൂടെ? അയ്യോ അനങ്ങല്ലേ. എനിക്ക് തോന്നേ അവരതിൻ്റെ അടുത്ത് വന്നിരിക്കും. ആരാ അവിടെ എന്നറിയാം. ഡ്രോപ്പിനൊക്കെ ഒരു 100 വർഷം ഞാൻ പറഞ്ഞു. അതല്ല കഥ. നമ്മൾ തന്നെ എപ്പോഴും പേടിക്കും. പക്ഷെ ഈ ഇതുപോലത്തെ കിണിയുള്ള സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഇവർക്ക് എന്താ ഒരു കൂസലും ഇല്ലാത്ത. ഇവർക്ക് പേടി കാണത്തില്ല, കാരണം ഇവര് ഗ്രാനിയല്ലേ. ആരെ കണ്ടാലും തലകടിച്ചാൽ മതി. ഒന്നുകൂടെ അതെടുക്കുക. നാട്ടുകാരെ കാണിക്കുന്നുണ്ട്. ഒന്ന് അങ്ങോട്ട് പോയാലോ? വാ. എന്നിട്ട് എന്താ പറ്റി? അയ്യോ എനിക്ക് ആ ഡോറിന്റെ അടുത്തോട്ട് എറിയാനായിരുന്നു. അവരവിടെ തന്നെ വന്നങ്ങ് നിൽക്കുക മനഃപൂർവ്വം. എന്നെ എന്തിനാന്ന് എന്തോ അവരോട് പിടിച്ചിട്ടായിരുന്നു. ശീലമായിരുന്നു. ആരെയും വീട്ടിൽ വന്നു അത് രസത്തിന് ഇറങ്ങിയ ജന്മത്തിൽ കൊല്ലത്തില്ല. പോകാതെ ഇവർക്ക് എന്നെ കാണാവോ? ഡ്രോപ്പി നിൽക്കാറ് ദേഹത്ത് കൊള്ളത്തില്ല. അവരുടെ കയ്യിൽ നിന്ന് ബാറ്റൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. അവരുടെ ദേഹത്ത് പോയിന്റ് ചെയ്തിട്ടറി അവ ചിലപ്പോൾ ഒരു ഗുണവും ഇല്ലടാ. ഇല്ലില്ല, ദേഹത്ത് പോയിന്റ് ചെയ്ത് എന്തായാലും ഡ്രോപ്പ്. ഞാൻ അങ്ങോട്ട് കയറി ചെന്നാലും അവരുടെ അടുത്തോട്ട് അവരുടെ ദേഹത്ത് പോയിന്റ് ചെയ്തിട്ട് ഡ്രോപ്പ് അങ്ങനെ കുറച്ച് അവരുടെ ദേഹത്ത് പോയിന്റ് ചെയ്തിട്ടൊന്ന് ശ്രമിച്ചു നോക്ക് ആൻറ്റി നോക്ക്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് അതെടുത്ത് നമ്മുടെ കൊണ്ടേക്ക് കുറച്ചും കൂടെ അടുത്തോട്ട് അവിടെ മുമ്പിൽ വെച്ചിട്ടായിരുന്നു. അവരുടെ കണ്ണിലോട്ട് എറിഞ്ഞിരുന്നേ. എന്തൊരു പട്ടുപിടിച്ച കഥയാണ്. അവരുടെ കെട്ടിയം വിളിക്കുന്നുണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെയല്ല, അതൊക്കെ നോക്കിക്കോ. അയ്യോ അവരുടെ തല ഇവരുടെ മണ്ടയ്ക്ക് എടുത്തെറി. അവര് കണ്ടടാ എന്നെ. അവര് കണ്ടാലും ഒന്നും ചെയ്തില്ല.
എന്താ അത് നമ്മൾ ടേബിളിൻ്റെ അടിയില്ല നമുക്ക് ചെറുതായിട്ട് കണ്ണി കാണാൻ ഉള്ള അസുഖമുണ്ട്. കണ്ണി കാണാൻ